ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മ കൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ, ശ്രുതിയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം. അപ്പോൾ മനോരമ കയറി ചോദിക്കും, അച്ഛമ്മ വാട്ട് ഹാപ്പൻഡ്? പുറത്തു പോയി വന്നതിന് ശേഷം ആകെ ഡിസ്റ്റർബ് ആണല്ലോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, മനോരമേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് വിട്ടു നിന്നതേ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം. ആരും എന്നെ ഉന്തി പുറത്താക്കിയിട്ടൊന്നുമില്ല എന്നങ്ങ് പറയുന്ന നേരം മനോരമ പറയും, എൻ്റെ മൈ ഗോഡ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാലോ. ഡു വാട്ട് യു ആർ ലൈക്ക് വെൻ യു ആർ ലൈക്ക് എന്ന് പറയുന്നതും അച്ചമ്മേന്റെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ. സുഭദ്രെ, എനിക്ക് സംസാരിക്കാനുള്ളതേ നിന്നോടാ, അല്ലാതെ ഇവളോടല്ല. ഇവളോടൊക്കെ സംസാരിക്കുന്നതേ മണ്ട പോയ തെങ്ങിന് തടയിടുന്നത് പോലെയാ എന്നങ്ങ് പറയുന്നത് നമ്മുടെ മനോരമ. അച്ചമ്മേ കൊള്ളാലോ, ഇതപ്പം നന്നായേ. ഇതെന്താ വന്നവർക്കും പോയവർക്കൊക്കെ എടുത്തിട്ട് കൊട്ടാനുള്ളതാണോ ഞാൻ ചോദിക്കാണ്ട് മനോരമ. അപ്പോഴേക്കും സുഭദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പൊ ഉണ്ടായേ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. സുഭദ്രെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ തറവാടിനും കുഞ്ഞനും വേണ്ടി കണ്ടെത്തിയ ആ പെണ്ണുണ്ടല്ലോ, അത് ഇവിടേക്ക് പറ്റിയ ഒരു മരുമകളേ അല്ല. എനിക്ക് ഈ ബന്ധം അത്ര പന്തിയാണെന്ന് തോന്നുന്നില്ല. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ മാത്രമെന്ന് സുഭദ്ര ചോദിക്കുമ്പോൾ, ഇനിയിപ്പോ ഇന്ദ്രാമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ കൂടി അത് വേണ്ടാന്ന് വെക്കുന്നത് എങ്ങനെയാ? ഓ, കല്യാണത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. കുഞ്ഞനും അവളും കൂടെ നടന്നത് ഒരു കല്യാണമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഏതോ ഒരു പെണ്ണിനെ എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുവരിക, എന്നിട്ട് ഒരുമിച്ച് താമസിക്കുക. അതിന് എന്നു മുതലാ നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞത് തുടങ്ങിയത്? ആ പെൺകുട്ടി ഏതാണെന്നും അവളുടെ ചുറ്റുപാട് എന്തെന്നും നിങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണോ കുഞ്ഞനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? അവളെ ആരാണെന്ന് അറിഞ്ഞാലേ വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയണം അച്ഛമ്മ. ദേ സുഭദ്രെ, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. കുഞ്ഞനൊരിക്കലും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ബന്ധത്തിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അച്ഛമ്മ, അത് നടക്കില്ല. എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചത്. ആ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ കേട്ടോ അശ്വിൻ. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാണ് അവളെ വീട്ടിൽ നിന്ന് അകറ്റിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിലുണ്ടായ ഉദ്ദേശം നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ അതിനൊക്കെ വഴങ്ങിയത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു അവളെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റിയതെന്ന്. എന്നിൽ നിന്ന് ശ്രുതിയെ എന്നേക്കുമായി അകറ്റാമെന്ന് അച്ഛമ്മ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് പറയാൻ കേട്ടോ. ഈ അശ്വിൻ സാറാം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലും അവൾ തന്നെ എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, കുഞ്ഞാ, നീ എന്തറിഞ്ഞിട്ടാ അവളെ നിന്റെ ഭാര്യയാക്കിയത്? ശ്രുതിയെക്കുറിച്ച് ഇവിടെ ഉള്ളവരെക്കാളും കൂടുതൽ അറിയാമെന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ ഉള്ളിടത്തോളം കാലം അവൾ എൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കുമെന്ന് പറയാൻ കേട്ടോ നമ്മുടെ അശ്വിൻ. ആ ഒരു അറിവ് മാത്രം മതി അവളെ എൻ്റെ ഭാര്യയാക്കാനും എൻ്റെ കൂടെ താമസിപ്പിക്കാനും. അതിൽ മറ്റാരും കൈ കടത്താൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ, എന്താ അതിന് വേണ്ട പോംവഴി എന്ന് ഞാൻ ആലോചിച്ചോളാം എന്നങ്ങ് പറഞ്ഞ് നമ്മുടെ അശ്വിൻ ചേട്ടൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ.